ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഒരു 10-15 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ഗ്രാമ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/2 ടേബിൾ സ്പൂൺ ഒരു നല്ല ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടാക്കുന്നത്. നന്നായിട്ട് ചൂട് കയറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായതിനു ശേഷം നമ്മൾക്ക് ഇത് ഒരു പാനിലേക്ക് ചൂടുമാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നാലേ നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ, പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നാളികേര കുത്തും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച ആ മുളക് അതിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് അതും നമുക്കൊരു പാനിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുളകും ഈ അണ്ടിപ്പരിപ്പും തേങ്ങയെല്ലാം അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനിലേക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പൊടികളൊക്കെ കൂടി ഒന്ന് അടിച്ചു വെച്ച പൊടികളൊക്കെ ചേർത്ത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എല്ലാതും കറക്റ്റ് പാകത്തിന് ആ പൊടികളൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാൻ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ആ എണ്ണയിലേക്ക് തന്നെ സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വഴിച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബോള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. ചിക്കൻ ചെറുതായിട്ടൊരു തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.